ഹായ് വെൽക്കം ബാക്ക് ടു എം ഗുരു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോർണിയോ സ്കിമാറ്റിക്സ് ആൻഡ് ഹാർഡ്വെയർ സൊല്യൂഷൻസിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുള്ള ബോർണിയോ എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ ബോർണിയോക്ക് ഒരു ഓഫർ വരുന്നുണ്ട്. അതായത് നിങ്ങൾ 1 ഇയർ പാക്കേജ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 3 മാസം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ആക്ടിവേഷൻ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവൈലബിൾ ആണെന്നറിയില്ല, നിലവിൽ ഇന്നത്തെ ഡേറ്റിൽ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബോർണിയോ സ്കിമാറ്റിക്സിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരു കാര്യമാണ് ഹാർഡ്വെയർ സ്കിമാറ്റിക്സ് ആൻഡ് സർവീസ് മാനുവൽ. അപ്പം ഇത് നമ്മൾ വളരെ ഡീപ്പ് ആൻഡ് ഡെപ്ത് ആയിട്ട് കവർ ചെയ്യില്ല. കാരണം ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നിങ്ങൾക്ക് കവറിങ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അതായത് മൊബൈൽ ഫോൺ സർവീസായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ഡീപ്പ് ആൻഡ് ഡെപ്ത് ആയിട്ട് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയുന്ന പല ടേമുകളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്ത് പോകുന്നത് ഓൾറെഡി ബോർണിയോ ബീച്ച് പരിചയമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഈസി ആക്കാൻ പറ്റുന്ന ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതും, നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ കാര്യങ്ങൾ ട്രേസ് ചെയ്ത് തുടങ്ങുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ സർവീസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഹാർഡ്വെയർ സൊല്യൂഷൻസ്, ബിറ്റ് മാപ്പ്, ഡയോഡ് വാല്യൂ, GR ചെക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയി. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സർവീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ സ്കിമാറ്റിക്സും അതുപോലെയുള്ള സർവീസ് മാനുവലും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ നമ്മൾ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലാണ് സ്കിമാറ്റിക്സ് ആൻഡ് സർവീസ് മാനുവൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേയുള്ള സെക്ഷൻസ് നമ്മൾ കവർ ചെയ്ത പോലെ തന്നെ ബ്രാൻഡ് വൈസ് കൊടുത്തിട്ടുണ്ട്. ആ ബ്രാൻഡ് വൈസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ എന്ത് വരുന്നുണ്ട്, മോഡൽ വൈസിലേക്ക് വരുന്നുണ്ട്. മോഡൽ വൈസിലേക്ക് വരുന്ന ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ മോഡലുകളുടെ ഒന്നും അവൈലബിൾ ആവണമെന്നില്ല, എന്നാലും ഇവർ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ആവുന്നത് കൊണ്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ അവർ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടും അത്യാവശ്യം ബാക്കിയുള്ള ആൻഡ്രോയിഡിനെ ബേസ് ചെയ്തിട്ട് ബാക്കി വരുന്ന സ്കിമാറ്റിക് ടൂളുകളെക്കാട്ടും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് ബോർണിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് സെലക്ട് ചെയ്യുന്നത് പോക്കോ X2 ആണ്. അപ്പോൾ ഈ പോക്കോ X2 സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഡയഗ്രാം അവൈലബിൾ ആയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ നമുക്ക് ലേഔട്ട്. അപ്പം ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ ICകളും പരസ്പരം ഏതൊക്കെ രീതിയിൽ കണക്റ്റായി കിടക്കുന്നു, ഓരോ കമ്പോണൻറ്റുകളും വേറെ എവിടേക്കൊക്കെ കണക്ഷൻസ് ഉണ്ട്, ഓരോ കമ്പോണൻറ്റുകളുടെ പേരെന്താണ്, അതിന് വാല്യൂ വരുന്നുണ്ടെങ്കിൽ വാല്യൂ എങ്ങനെയാണ്, ഇത്ര വാല്യൂ ആണ് വരുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ടെക്നിക്കൽ ഡീറ്റെയിലും ലേഔട്ടിൽ കൊടുത്തിട്ടുള്ളത് ഓരോ കമ്പോണൻറ്റും ബോർഡിൽ ഏത് രീതിയിൽ ഏത് ഭാഗത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ലേഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു മോഡൽ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്കിമാറ്റിക്സ് ഡയഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിമാറ്റിക് ഡയഗ്രാമത്തിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ലേഔട്ടും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഡയഗ്രാം ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി അത് ആദ്യത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം ഡയഗ്രാം ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത് ലേഔട്ടാണ്. അപ്പം ലേഔട്ടും ഇതേമാതിരി നമ്മൾ ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേഔട്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ഡയഗ്രത്തിൻ്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പേജ് നമ്പർ കൊടുത്തത് 1 മുതൽ 45 വരെ പേജ്. അതായത് ഈ ഒരു മോഡലിൻ്റെ ഡയഗ്രാം മൊത്തമായിട്ട് ഏതൊക്കെ ICകൾ, ഏതൊക്കെ കമ്പൗണ്ടുകൾ, ഏതൊക്കെ കപ്പാസിറ്ററുകൾ, ഏതൊക്കെ റെസിസ്റ്ററുകൾ വരുന്നുണ്ട്, അത് എവിടേക്കൊക്കെ കണക്ഷൻ പോകുന്നുണ്ട്, അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്, സർക്യൂട്ടിൽ അത് ഏത് രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ ഗ്രൗണ്ട് ചെയ്യാനായിട്ടാണോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ എന്ത് പർപ്പസിനാണ് ഉപയോഗിച്ചതെന്നുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഒരൊറ്റ പേജിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മോഡലിൽ അവർ 45 പേജിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ ലേഔട്ട് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ആകെ 2 പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 പേജ് എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ 2 സൈഡുകൾ, A സൈഡും B സൈഡും. അതായത് ഒരു ഭാഗത്ത് നമുക്കറിയാം CPU EMMCക്ക് വരുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും, പവർ നെറ്റ്വർക്ക് സ്റ്റേജ് വരുന്ന വേറൊരു ഭാഗം. ഓരോ മോഡലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അതായത് ടോപ്പ് സൈഡ്, ബോട്ടം സൈഡ്, അല്ലെങ്കിൽ ബോർഡിൽ നമ്മൾ കാണുന്ന 2 ഭാഗത്തുള്ള ലേഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന ഭാഗത്ത് നമുക്കിവിടെ CPU അതുപോലെ മെമ്മറി വരുന്ന ഭാഗമാണ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, സിം കാർഡിൻ്റെയും മെമ്മറി കാർഡിൻ്റെയും ഒക്കെ ട്രേ വരുന്നുണ്ട്, ക്യാമറയുടെ ഹോള് വരുന്നുണ്ട്. അതേമാതിരി ഷീൽഡുകളുടെ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഓൺ ഓഫും ബോളിയായിട്ട് ബന്ധപ്പെട്ട കണക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ
കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ബോർഡുകൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ സർവീസിലേക്ക് കുറച്ച് ഡീപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ബേസിക്കലി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് ക്വിക്കായിട്ടുള്ള ടിപ്പുകൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു സെക്ഷനായിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വന്നു. നിങ്ങൾ ഹാർഡ്വെയർ സൊല്യൂഷൻസും ലേഔട്ടും ഹാർഡ്വെയർ സൊല്യൂഷൻസ്, ബിറ്റ് മാപ്പ്, ഡയോഡ് വാല്യൂം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്കത് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സെക്ഷനിൽ വരുന്ന ഐ സികൾ ഏതൊക്കെയാണെന്നുള്ളത് ഡാറ്റ ഷീറ്റിൽ പോയിട്ട് ആ ഐ സികളെ കുറിച്ച് പഠിക്കണം. അങ്ങനെ അതിൽ വേറെ ഏതെങ്കിലും കണക്ഷനുകൾ വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതല്ലാത്ത വേറെ എക്സ്ട്രാ കണക്ഷനുകൾ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ബിറ്റ് മാപ്പിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ ഒരു റെഫറൻസിനായിട്ട് എടുത്തത് മോഡലിൽ നമ്മൾ മാക്രോ ക്യാമറയുടെ കണക്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്തത്. മാക്രോ ക്യാമറയുടെ കണക്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഹാർഡ്വെയർ സൊല്യൂഷനിൽ കിട്ടിയതിനെക്കാട്ടിയും കൂടുതൽ കമ്പോണൻറ്റുകൾ നമുക്ക് ഏതിൽ കിട്ടിയിരുന്നു, നമ്മൾ ബിറ്റ് മാപ്പ് വഴി ചെക്ക് ചെയ്തപ്പം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ ഡീറ്റെയിലുകൾ അറിയണമെങ്കിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു മോഡലിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ചാർജിങ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയുടെ കണക്ടർ നിങ്ങൾക്ക് ഈ ലേഔട്ടിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഞാൻ ബോർഡിൻ്റെ ഈ സൈഡിൽ ഇവിടെ നമുക്ക് ഒരു കണക്ടർ ഉണ്ട്, രണ്ടാമത്തെ കണക്ടർ, മൂന്നാമത്തെ കണക്ടർ, പിന്നെ ഇവിടെ ഈ പിക്ചർ ഉള്ളതുകൊണ്ട് കേട്ടോ 4 കണക്ടറുകൾ മൊത്തം ഈ അടി ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന കണക്ടറാണ് നിങ്ങളുടെ ഡിസ്പ്ലേ കണക്ടറെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ കണക്ടറിൻ്റെ ഉള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൽ ഇപ്പോൾ നമുക്ക് ജെ എന്നുള്ളതാണ് കണക്ടറുകൾ വേണ്ടി കൊടുത്തത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് J6505. ഇത് തലകുത്തനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത്. അപ്പം നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് ഇങ്ങനെ ഒരു മൗസ് പോയിൻ്റർ വരാം. നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പം നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് അതൊരു ഹാൻഡിൻ്റെ സിഗ്നലാവും. അതല്ലാതെ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് ടെക്സ്റ്റുകൾ വരുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റർ മാറും. അപ്പോൾ ഞാൻ ഇവിടേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ മൗസ് പോയിൻ്റർ ഒരു സെലക്ഷൻ ടൂളിലേക്ക് വരുന്നു. ഞാൻ അതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഒരു മഞ്ഞ കള്ളി കണ്ടോ, ഈ മഞ്ഞ കള്ളിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം അവിടെ വെക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിയും കൂടി ആയിട്ടുണ്ടാവും. നമ്മൾ നേരെ ഡയഗ്രത്തിൽ പോകുന്നു, അതിൽ സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ വെക്കുന്നു. എന്നിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഫൈൻഡ് സിമ്പിൾ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം, ഇത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഫൈൻഡ് പ്രീവിയസും ഉണ്ട്, ഫൈൻഡ് നെക്സ്റ്റും. അപ്പോൾ പ്രീവിയസ് ഇപ്പോൾ നമുക്ക് നിലവിൽ നോക്കാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മുന്നേ വേറെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ്, അതായത് പുറത്തേക്കുള്ള ആരോ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്തായി, നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ പേജിലുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഏത് പേജിലേക്ക് പോയി, 39ാമത്തെ പേജിലേക്ക് പോയി. ഇനി നമ്മൾ ഈ അടിച്ച നമ്പർ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്, ഈ J6505 എന്നുള്ള നമ്പർ ഈ പേജിലുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 2 ചെറിയ ലെൻസിൻ്റെ ചിത്രം ഉണ്ട്. ഒന്ന് സൂം ഇൻ എന്ന് പറഞ്ഞിട്ടും രണ്ടാമത് വരുന്നത് സൂം ഔട്ട് എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, സൂം ഇൻ ചെയ്യാം. സൂം ഇൻ ചെയ്യുമ്പം എവിടെയാണോ നമ്മൾ സെർച്ച് ചെയ്ത ടേം വന്നത് കറക്റ്റ് ആ ലൊക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സർക്യൂട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു കണക്ടറിൻ്റെ കണക്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിലേക്ക് വരുന്ന സിഗ്നലുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ J6505 നമുക്കിവിടെ വരുന്നത് നിലവിൽ ബോർഡ് ടു ബോർഡ് കണക്ടറാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് USB-ൻ്റെ കണക്ഷനുകൾ, HDMI-ൻ്റെ കണക്ഷനുകൾ, USB കണക്ഷൻ, ഹെഡ്സെറ്റ്, വി ബസ് അങ്ങനെയുള്ള കണക്ഷനുകൾ കാണാം. സ്പീക്കർ, FM, USB. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ബോർഡ് ടു ബോർഡ് കണക്ടർ ആയിരിക്കും, അതായത് മെയിൻ ബോർഡിൽ നിന്ന് താഴത്തെ ബോർഡിലേക്കുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഡിസ്പ്ലേൻ്റെ കണക്ടർ ഏതായിരിക്കാം, ഈ ഒരു സൈഡിൽ വരുന്ന കണക്ടർ ആയിരിക്കാം, നമുക്കറിയില്ല. നമുക്ക് നോക്കാം, J6400. ഞാൻ വീണ്ടും ഇതേമാതിരി മൗസ് പോയിൻ്റർ മാറിയ സ്ഥലത്ത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഓട്ടോമാറ്റിക് സെലക്ഷൻ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഡയഗ്രത്തിലേക്ക് വന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത നമ്പർ 6505 ആയിരുന്നു, അത് മാറിപ്പോൾ എന്ത് വന്നു, 6400 വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് കൊടുക്കണം, ഫൈൻഡ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു. നമ്മൾ 39ാമത്തെ പേജിൽ നിന്ന് വീണ്ടും 38ാമത്തെ പേജിലേക്ക് വന്നു. നമുക്ക് എന്ത് കിട്ടി, ആ ഒരു കണക്ടറിൻ്റെ സർക്യൂട്ട് ഇവിടെ കിട്ടി. നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട ലൈനാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് MIPI DSI 0 EMI ലൈൻ 3. അപ്പം ഇതൊരു ടെക്നിക്കൽ ടേമാണ്.
അവിടെ ഉദ്ദേശിച്ചത് MIPI എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇൻഡസ്ട്രി പ്രോസസ്സർ ഇൻ്റർഫേസ്. അതായത് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസുകളിൽ CPU പ്രോസസ്സർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ CPUയിലേക്ക് നമ്മൾ ഓരോ സാധനങ്ങൾ കണക്ട് ചെയ്യുന്നതിനെയാണ് പ്രോസസ്സർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേം DSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സീരിയൽ ഇൻ്റർഫേസ്. അപ്പം ഈ ഒരു മൊബൈൽ ഇൻഡസ്ട്രി പ്രോസസ്സർ ഇൻ്റർഫേസിൽ ഡിസ്പ്ലേകൾ സീരിയൽ മെത്തേഡിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ DSI 0 എന്ന് വെച്ചാൽ ഈ CPU ചിലപ്പം ഒന്ന് കൂടുതൽ ഡിസ്പ്ലേകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുന്ന കേസുകളിൽ DSI 0 വരും. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ വരുന്ന ഫ്ലിപ്പ് ഫോണുകൾ അല്ലെങ്കിൽ ഫോൾഡിംഗ് ഫോണുകളിലൊക്കെ നമുക്ക് പുറത്തൊരു ഡിസ്പ്ലേയും ഉള്ളിൽ വേറെ ഡിസ്പ്ലേയും ഉണ്ടാവും. അപ്പോൾ ഒരു ഫോണിൽ തന്നെ 2 ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 2 ഡിസ്പ്ലേയുടെയും സിഗ്നലുകൾ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് 2 മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിലൂടെയും 2 ഡാറ്റയാണ് വിടുന്നതെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ലൈനുകൾ വേണം. 2 സെപ്പറേറ്റ് കേബിൾ വഴി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 2 മോണിറ്ററിലേക്കും ഡാറ്റ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരേ പ്രോസസ്സറിൽ നിന്ന് വരുന്ന ഡാറ്റ പുറത്തത്തെ ഡിസ്പ്ലേയിലേക്ക് വരണ വഴിയും ഉള്ളിലെ ഡിസ്പ്ലേയിലേക്ക് പോകുന്ന വഴി എന്തായിരിക്കും, വേറെ വേറെ ആയിരിക്കും. അപ്പോൾ 2 ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിൽ ഇവിടെ DSI 0 ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ഡിസ്പ്ലേക്ക് DSI 1 ഉണ്ടായിരിക്കും. പിന്നെ അത് EMI ഫിൽറ്റർ വഴിയാണ് പോകുന്നത്. അത് പോകുന്ന ഡാറ്റ 3 എന്നുള്ള ലൈനിലെ മൈനസ് ലൈനും ഇത് ഡാറ്റ 3യിലെ പ്ലസ് ലൈൻ. അതായത് ഈ ഒരു പ്രോട്ടോക്കോളിൽ ഡിഫറൻഷ്യൽ സിഗ്നലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് ഡാറ്റ ട്രാൻസ്ഫറിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അവിടെ അയക്കുന്ന ഡാറ്റകൾ ഒരു ഡാറ്റ ഇൻ ഫേസും ഒരു ഡാറ്റ 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ക്വാഡ്ര ഫേസിലുള്ള ഡാറ്റയാണ് അയക്കുന്നത്. അത് ആ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിലുകളിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇതേമാതിരി ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കുന്ന സമയത്ത് അവിടെയുള്ള ടെക്നിക്കൽ ടേമുകൾ എന്താണെന്നുള്ളതും അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ആ സംഭവത്തിൽ നമ്മൾ പ്രാക്ടിക്കലി എന്ത് ചെക്ക് ചെയ്യണം, ഈ ലൈനിൽ വരുന്നത് സിഗ്നലാണോ വോൾട്ടേജ് ആണോ ക്ലോക്ക് ആണോ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ചെക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക തന്നെ വേണം. അപ്പം ആ ലൈന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കണ്ടറിൻ്റെ ഡയഗ്രാം കിട്ടി, ഇതിലേക്ക് വരുന്ന ലൈനുകൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ മതിയാവും. ഈ 2ാമത്തെ പിന്ന്, 8ാമത്തെ പിന്ന്, 14ാമത്തെ പിന്ന്, 20ാമത്തെ പിന്ന്, 26ാമത്തെ പിന്ന്, 32ാമത്തെ പിന്ന്, 38ാമത്തെ പിന്ന്, ഇത്രയും പിന്നുകൾ നേരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു 1.8 വോൾട്ട് LCDയിലേക്ക് വരുന്നുണ്ട്, ഒരു ഡിസ്പ്ലേ പോസിറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ട്, ഡിസ്പ്ലേ നെഗറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ട്, അത് ഗ്രാഫിക്സിൻ്റെ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന വോൾട്ടേജുകൾ ഏതൊക്കെയാണ്, ആ വോൾട്ടേജ് ഏത് കപ്പാസിറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു വോൾട്ടേജിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഈ സർക്യൂട്ടിൽ മൊത്തം സർക്യൂട്ടിൽ 2 സ്ഥലത്താണ് അത് റിപ്പീറ്റ് ആവുന്നത്. ആ റിപ്പീറ്റ് ആവുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്നുള്ളതും അതുപോലെ ആ വോൾട്ടേജിൻ്റെ പേര് ഇവിടെ വന്നു, ഇവിടെ ഒരു 0 ഓമിൻ്റെ റെസിസ്റ്റർ വഴി നേരെ ആ വോൾട്ടേജിൻ്റെ പേര് വന്നത് VREG L13 1.8. അപ്പം ഈ ഒരു വോൾട്ടേജാണ് പേര് മാറിയിട്ട് നമ്മൾ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് ഡിസ്പ്ലേയിലേക്ക് മാത്രമല്ല, ഇനി ഈ പേര് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോൾട്ടേജ് വേറെ എവിടേക്കൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ വോൾട്ടേജ് നേരെ പോകുന്നത് VREG ഡിസ്പ്ലേ USB-യിലേക്കാണ് പോകുന്നത്, ഡിസ്പ്ലേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ വരുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പവർ ഐസിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും. ഇവിടെ കാണിക്കുന്നുണ്ട് U4200. അപ്പോൾ നമ്മൾ വീണ്ടും ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അടിച്ചു കൊടുക്കാം U4200 എന്നുള്ളത്. എന്നിട്ട് ഫൈൻഡ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആ വോൾട്ടേജ് ഏത് IC എന്നാണ് വരുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഡയഗ്രത്തിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ വോൾട്ടേജിൻ്റെ പേരെടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു റെസിസ്റ്റർ കിട്ടി R6400. ഇനി ഇതിൻ്റെ പൊസിഷൻ ബോർഡിൽ എവിടെയാണെന്ന് അറിയണമെങ്കിലോ നമ്മൾ ജസ്റ്റ് ആ പേരിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് സെർച്ച് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ രണ്ടാമത് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലേഔട്ടിൽ വരുന്നു, പേസ്റ്റ് ചെയ്യുന്നു, ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ കണ്ടറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു റെസിസ്റ്റർ കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ടിൽ നോക്കുക, ഈ വോൾട്ടേജ് ഈ റെസിസ്റ്ററിൻ്റെ ഒരു തലയിൽ വന്നിട്ട് മറ്റേ തലയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേയിലേക്ക് പോകുന്നത്. അതായത് ഒരു സീരീസ് ആയിട്ടുള്ള കണക്ഷനാണ്. ഇനി ഇത് വരുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഡിസ്പ്ലേ കണക്ടറിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. നമ്മൾ ഡിസ്പ്ലേ കണക്ടർ അതിൽ ബോർഡിൽ നിന്ന് കുടുക്കിയ കണക്ടർ നമ്മൾ ഊരുന്ന സമയത്തൊക്കെ ചിലപ്പം ഈ റെസിസ്റ്റർ എന്താവും, മിസ്സാവും. ആ റെസിസ്റ്റർ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ റെസിസ്റ്റർ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ എന്ത് വരുള്ളൂ, ഡിസ്പ്ലേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കമ്പോണൻ്റ് മിസ്സിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക്
അത് ഏത് പാത്തിൽ വരുന്നതാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അത് സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ, അത് ബോർഡിൽ നിർബന്ധമുള്ള കമ്പോണൻ്റ് ആണോ, അതില്ലെങ്കിലും ബോർഡ് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സ്കിമാറ്റിക് ഡയഗ്രാം ലേഔട്ടും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ഈ കേസുകളിൽ നമുക്കൊരിക്കലും ഹാർഡ്വെയർ സൊല്യൂഷൻസിനെയോ ബിറ്റ് മാപ്പിനെയോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ബിറ്റ് മാപ്പിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തേക്കുള്ള കണക്ഷനുകൾ കാണിക്കും. പക്ഷെ നമുക്കതൊന്നും എന്ത് ചെയ്യില്ല, ക്ലിയർ ആയിട്ട് അത് ഏത് പൊസിഷനിൽ അല്ലെങ്കിൽ ഏത് സർക്യൂട്ടിൽ ഏത് ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു, അതിൻ്റെ വാല്യൂ എത്രയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ഓം ആണ്. 0R എന്ന് പറഞ്ഞാൽ 0 ഓം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാതെ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മളൊരു ലെഡ് ഇട്ടിട്ടോ ചെറിയൊരു ജമ്പർ വയർ വെച്ചോ ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ പോകുന്ന റെസിസ്റ്റർ ചിലപ്പോൾ 1 കിലോമിൻ്റെയോ 100 കിലോമിൻ്റെയോ 37 കിലോമിൻ്റെയോ 63 കിലോമിൻ്റെയോ ഒക്കെ ആവും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എന്തായിരിക്കും, ഡാമേജ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ സർവീസിന് ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് വേണം, ഇതുപോലെ വളരെ പ്രോപ്പറായിട്ട് ഹാർഡ്വെയർ ഡയഗ്രാംസ് അല്ലെങ്കിൽ സ്കിമാറ്റിക് ഡയഗ്രാം നമുക്ക് റീഡ് ചെയ്യാനും ആ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കാണുന്ന കമ്പൗണ്ടുകൾ ബോർഡിൽ എവിടെയൊക്കെ വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവീസിങ് വീണ്ടും അഡ്വാൻസ് രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ഈ സാധനങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ മോഡലുകൾ ഓരോ സെക്ഷനുകൾ വരുന്ന സമയത്ത് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ ഈ പരിചയമുള്ള ഐസികൾ പരിചയമുള്ള ബോർഡുകളുടെയൊക്കെ സർക്യൂട്ടുകളും കാര്യങ്ങളും എടുത്തെങ്ങാണ്ട് ജസ്റ്റ് യൂസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ കൂടെ മൾട്ടിമീറ്റർ എടുത്തെങ്ങാണ്ട് ചെക്ക് ചെയ്ത് പഠിക്കുക. അപ്പം സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടൊന്നും ഇതിലുണ്ടായിരിക്കില്ല. നമ്മൾ ഓരോ സെക്ഷനുകളെ ഈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 45 പേജാണ് ഇതിൽ മൊത്തം വരുന്നത്. അപ്പോൾ ഏത് പേജിൽ ഏത് സെക്ഷനൊന്നും നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ സെക്ഷനുകളും വരുന്നത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതിനുള്ളൊരു ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുക. അതായത് നമ്മുടെ സർവീസ് ബോർഡിൽ എവിടെയാണോ വരുന്നത് ആ പോയിന്റിലേക്ക്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കൺട്രോൾ കണ്ടുപിടിച്ചു, ചെക്ക് ചെയ്തു. ഇനി ചാർജിങ് ആണെങ്കിൽ നമുക്കറിയാം ചാർജിങ് ലൈൻ വരുന്നത് ബോർഡ് ടു ബോർഡ് കൺട്രോളിലേക്കാണ്. ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. നമുക്ക് ക്യാമറ കംപ്ലൈൻ്റ് ആവുന്നെങ്കിൽ നമ്മൾ എന്ത് നോക്കേണ്ടി വരും, ക്യാമറയുടെ സർക്യൂട്ട് നോക്കേണ്ടി വരും. ഇപ്പോൾ ക്യാമറയുടെ സർക്യൂട്ട് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എളുപ്പം എന്താണ്, ക്യാമറ നമ്മൾ ബോർഡിൽ ഏത് കണക്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ആ കണക്ടർ കണ്ടുപിടിക്കുന്നു. കണക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം ആ കണക്ടറിൻ്റെ നമ്പർ നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് J6701 അതിൽ ക്ലിക്ക് ചെയ്തു. നമ്മളിവിടെ പോയി ഡയഗ്രത്തിലേക്ക് പോയി ആ നമ്പർ അടിക്കുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫൈൻഡ് നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ക്യാമറ കണക്ടർ കിട്ടി. ആ ക്യാമറ കൺട്രോളിലേക്ക് ഏതൊക്കെ ലൈനുകൾ വരുന്നുണ്ട്, ഏതൊക്കെ ലൈനുകൾ പോകുന്നുണ്ട്, ഓരോ ലൈനിൻ്റെയും ടെസ്റ്റ് പോയിന്റുകൾ ഏതൊക്കെയാണ്, ഓരോന്നിലേക്ക് വരുന്ന വോൾട്ടേജുകൾ ഏതൊക്കെയാണ്. ഇനി ഈ വോൾട്ടേജിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വോൾട്ടേജ് എവിടെ നിന്ന് വരുന്നു, എവിടേക്കൊക്കെ പോകുന്നു. ചില വോൾട്ടേജുകൾ ഒന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു VREG L10 എന്ന് പറഞ്ഞിട്ടൊരു 1.8 വോൾട്ട് വരുന്നുണ്ട്. ഈ 1.8 വോൾട്ടിൻ്റെ പേര് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വോൾട്ടേജ് ഇത്രയും സ്ഥലങ്ങളിൽ ഈ പേര് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സ്ഥലത്തൊക്കെ എന്ത് പോകുന്നതാണ്, വോൾട്ടേജ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അവിടെ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കാം. ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലത്തിനെ എന്ത് ചെയ്യും, അത് ബാധിക്കുന്ന കേസാണ്. ഇതൊക്കെ നമുക്ക് സ്കീമാറ്റിക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വോൾട്ടേജ് വരുന്ന 2 കപ്പാസിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പാസിറ്ററുകൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, 6758 എന്നുള്ള കപ്പാസിറ്ററിലേക്കാണ് വരുന്നത്. അതുപോലെ 6735 വരുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ലേഔട്ടിൽ പോകുന്നു, നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ആ ലൊക്കേഷൻ കറക്റ്റ് ഏത് ഷീൽഡിൻ്റെ ഉള്ളിലാണ് അത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന് വേണമെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഒരു മോഡലിൻ്റെ ഡയഗ്രവും ലേഔട്ടും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ കുറച്ച് ടേമുകളുണ്ട്. ഇതിൽ നമുക്കിവിടെ കമ്പൈൻ ആക്റ്റീവ് സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ആക്റ്റീവ് സെലക്റ്റിൽ നമ്മൾ ടിക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഏത് മോഡലിൻ്റെ ഡയഗ്രമാണോ ഓപ്പൺ ചെയ്തത് അതേ മോഡലിൻ്റെ എന്ത് ഓപ്പൺ ആക്കണം, ലേഔട്ട് ഓപ്പൺ ആക്കണം. ലേഔട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ആക്റ്റീവ് സെലക്ട് ഇവിടെയും കൊടുക്കാം.
രണ്ട് സ്ഥലത്തും നമ്മൾ ടിക്ക് ഇട്ടത് കമ്പൈൻ ആക്റ്റീവ് സെലക്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെസ്സേജ് വരും കമ്പൈൻ റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്ലോ ആവും. അത് കഴിഞ്ഞാൽ എന്താവും, ഒരു സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഡയഗ്രം ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രവും രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്തത് ലേഔട്ട് ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ലേഔട്ടും വന്നു. ഇനി ഇത് ഇങ്ങനെ വന്നാലുള്ള സുഖം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ കോപ്പി പേസ്റ്റിൻ്റെ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഞാൻ ഇവിടെ ഒന്ന് സൂം ഇൻ ചെയ്തു. സൂം ഇൻ ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു കപ്പാസിറ്റർ C0, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടോ, C0107, ഇത് ബോർഡിൽ എവിടെയാണ് വരണം എന്നറിയണം. നമ്മൾ നേരത്തെ മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഇതിവിടെ കോപ്പി ചെയ്യണം, ലേഔട്ടിൽ പോകണം, അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ബൈൻഡ് നെക്സ്റ്റ് അടിക്കണം. പക്ഷേ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലുള്ള സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അത് ബോർഡിൽ എവിടെയാണെന്നുള്ളത് ഇവിടെ സെലക്ട് ആവും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്താൽ മതി, സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ കണ്ടോ, ആ കപ്പാസിറ്റർ ബോർഡിൽ ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി അതല്ല, എനിക്ക് ഇവിടെ ഉള്ളൊരു കമ്പോണൻ്റാണ് മിസ്സായത്. ഈ കമ്പോണൻ്റ് മിസ്സായത് സർക്യൂട്ടിൽ എവിടെയാണെന്നുള്ളത് എനിക്കറിയണം. ഞാൻ ക്യാമറ കൺട്രോൾ എടുക്കുമ്പോൾ പോയ കമ്പോണ്ടാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്തായി, അത് സർക്യൂട്ടിൽ എന്തിലാണ് വരുന്നത്, ഏത് പാത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. VRAG L9C എന്ന് പറഞ്ഞിട്ടുള്ള 3.1 വോൾട്ട് വരുന്ന ലൈനിൽ വരുന്ന ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്റർ ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഇതിപ്പോൾ നമുക്ക് ഏതിൻ്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇതിപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് IC ആയിരിക്കും. എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള ഈ ഒരു കപ്പാസിറ്റർ C1412 ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഷോർട്ടാണ്. ഞാൻ ആ കപ്പാസിറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഒറ്റയടിക്ക് നേരെ എന്ത് വരുന്നു, നമുക്ക് കിട്ടുന്നു C1412ലേക്ക് ഒരു 0 ohmൻ്റെ റെസിസ്റ്റർ വഴി എന്ത് വരുന്നുണ്ട്, 1.8 വോൾട്ട് വരുന്നുണ്ട്. ഇനി 0 ohmൻ്റെ റെസിസ്റ്റർ കണ്ടെത്താനോ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ സെലക്ഷൻ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, 1401. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കമ്പൗണ്ടുകളെ ബോർഡിൽ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, വളരെ എളുപ്പത്തിൽ പറ്റും. നമ്മൾ കോപ്പി പേസ്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഓരോ പാത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് 1 ക്ലിക്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്ത കാര്യങ്ങൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സ്കിമാറ്റിക്സും ലേഔട്ടും ബേസിക്കലി എങ്ങനെ ഉപയോഗിക്കണം, ഈ 2 സാധനങ്ങൾ നമുക്ക് ബോർണിയർ എവിടെയാണ് കിട്ടുക, അതുപോലെ ഇത് രണ്ടും കമ്പൈൻ ചെയ്താലുള്ള എളുപ്പത്തിലുള്ള പരിപാടികൾ എങ്ങനെയാണ്, കമ്പൈൻ ചെയ്യാത്ത സമയത്ത് നമ്മൾ ഇതെങ്ങനെ ഉപയോഗിക്കണം. ഇനി അതുപോലെ നമുക്കിവിടെ വരുന്ന സാധനമാണ്, നമ്മൾ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ മോഡലൊരു ഓപ്ഷൻ ഉണ്ട്, എനേബിൾ PCD. അപ്പോൾ PCD എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. പാർട്ട് കമ്പാറ്റബിൾ ഡാറ്റാബേസ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ എന്ത് വരുന്നുണ്ട്, പാർട്ട് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അത് ആദ്യത്തെ പേര് പാർട്ട് കമ്പാറ്റബിൾ ഡാറ്റാബേസ് എന്നായിരുന്നു, ബോർണി അപ്ഡേറ്റ് ചെയ്തപ്പോൾ പേര് മാറിയതാണ്. ഇതേ ഫംഗ്ഷൻ തന്നെയാണ് എവിടെയും കൊടുത്തിട്ടുള്ളത്, ഈ എനേബിൾ PCD എന്നുള്ളതും കൊടുത്തിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു IC U6101 അല്ലെങ്കിൽ നമുക്ക് പവർ IC ഏതെങ്കിലും ഒരു IC ഒക്കെ കോമൺ ആയിട്ട് വരുന്നത്, ഇവിടെ ഒരു IC വരുന്നത് നമ്മൾ CPU ആണ്. CPUൻ്റെ അടുത്ത് ഇവിടെ ഒരു IC വരുന്നുണ്ട് S3406. ഞാൻ ഈ ICൻ്റെ പേര് എടുത്തു, എൻ്റെ ഈ IC പൊട്ടിപ്പോയിട്ടുണ്ട് ബോർഡിൽ നിന്ന്. അപ്പോൾ ഇത് എന്തിൻ്റെ IC ആണെന്നുള്ളത് എനിക്കറിയില്ല, ക്രാക്ക് വന്നത് കൊണ്ട് ഞാൻ ആദ്യം ലേഔട്ട് ഓപ്പൺ ആക്കി, എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ നമ്പർ എടുത്തിട്ട് ഞാൻ ഡയഗ്രത്തിൽ പേസ്റ്റ് ചെയ്തു. നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇനി ഈ ICയിലേക്ക് എന്ത് വരുന്നുണ്ട്, കണക്ഷനുകൾ വരുന്നുണ്ട്. ഇത് ഒരു ക്യാമറ സ്വിച്ചിങ്ങിൻ്റെ IC ആണ്. ക്യാമറക്ക് മാത്രമല്ല ഡിസ്പ്ലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു സ്വിച്ചിങ് IC ആണ്, MIPI സ്വിച്ചിങ് IC എന്ന് പറയും. ഈ ICൻ്റെ ടെക്നിക്കൽ നെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, TS5MP646. ഇനി എനിക്ക് ഈ IC റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഇത് വേറെ ഏതെങ്കിലും ബോർഡിൽ കിട്ടുമെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ ICൻ്റെ പേര് ഞാൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ കോപ്പിയായി. ഞാൻ എന്ത് ചെയ്യണം, പാർട്ട് ഫൈൻഡർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്കിമാറ്റിക്സ് എന്ന് വിട്ടിട്ട് പാർട്ട് ഫൈൻഡറിൻ്റെ പേജിലേക്ക് പോകും. ഈ പാർട്ട് ഫൈൻഡറിൻ്റെ പേജിൽ ഞാൻ എന്ത് ചെയ്യണം, ആ ICൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇതേ സെയിം IC വേറെ ഏതൊക്കെ മോഡലിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ IC ചാർജിങ് IC ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. പിന്നെയോ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, ഫ്രണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പല പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ IC ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് ക്യാമറേൻ്റെ ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഏതൊക്കെ മോഡലുകളിലാണ് ഇത് ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇത് ക്യാമറയാണ്, അത് മോട്ടോറോള 2010 എന്നുള്ള മോഡലാണ്. പിന്നെയോ മിപ്പി സ്വിച്ചായിട്ട് റെഡ്മി നോട്ട് 8 നോട്ട് 8 10S റെനോ 3 ഇനി ഇതിൽ മാത്രമല്ല കേട്ടോ, മിപ്പി സ്വിച്ചായിട്ട് ഇത് സാംസങ്ങിൻ്റെ മോഡലിൽ വരുന്നുണ്ട്, റെനോ 3 പ്രോയിൽ വരുന്നുണ്ട്, MI നോട്ട് 10 ലൈറ്റിൽ വരുന്നുണ്ട്. താഴോട്ട് പോവുകയാണെങ്കിലോ പോക്കോ X3 നോട്ട് 8 A52 5G അത് സാംസങ് ആണ്. പോക്കോ X2 പ്രോയിൽ വരുന്നുണ്ട്, സാംസങ് A526 അപ്പോൾ വേറെ പല ബ്രാൻഡുകളുടെ റിയൽമി X2 പ്രോ അല്ല പോക്കോ X2 ഉപയോഗിക്കും. നമ്മളിപ്പോൾ പോക്കോ X2 ആണല്ലോ എടുത്തത്. അപ്പം ഈ ഒരേ IC പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ലേഔട്ട് എടുത്തു, IC നമ്പർ എടുത്തു, ലേഔട്ടിൽ നിന്നും IC നമ്പർ എടുത്തു, ആ IC നമ്പർ നമ്മൾ ഡയഗ്രത്തിൽ കൊടുത്തു. ഡയഗ്രത്തിൽ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടെക്നിക്കൽ നെയിം എടുത്തു. ടെക്നിക്കൽ നെയിം എടുത്തതിന് ശേഷം നമ്മൾ പാർട്ട് ഫൈൻഡറിൽ പോയിട്ട് എന്ത് ചെയ്തു, സെർച്ച് ചെയ്തു. അതിനെ വളരെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് നമുക്ക് എന്ത് കൊടുത്തിട്ടുള്ളത്, ഇവിടെ എനേബിൾ PCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പാർട്ട് ഫൈൻഡർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്കിമാറ്റിക്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെ കണ്ടോ, ഈ മൗസ് പോയിന്റർ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ മൗസ് പോയിന്ററിന് താഴേക്ക് നോക്കുക, ലെഫ്റ്റ് സൈഡിൽ താഴെ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു പച്ച കളറിൽ PCD അവൈലബിൾ എന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കുന്ന മോഡലിൻ്റെ സ്കിമാറ്റിക്സിൽ ഇതുപോലെ പച്ച കളറിൽ PCD അവൈലബിൾ എന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ ടിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വന്നു, ഇവിടെ PCD 1.0 ബീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്ക്രീൻ നോക്കുക. ഞാൻ ആ ടിക്ക് ഒഴിവാക്കുന്ന സമയത്ത് ആ സ്ക്രീൻ അവിടെ പോകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അതിൽ ടിക്ക് ഇട്ടു, കാരണം നമുക്കിവിടെ എന്താണ് PCD അവൈലബിൾ ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ ICയുടെ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായി, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തതിന് ശേഷം എന്ത് വന്നു, ആ IC ഏതൊക്കെ മോഡലുകളിൽ വരുന്നുണ്ട്, ആ മോഡലുകളിൽ വരുന്ന ലൊക്കേഷൻ ഏതാണെന്നുള്ള ഡീറ്റെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം. ഇതേ IC ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത CPU മോഡൽ പോക്കോ X2 ആണ്. ഇതേ IC തന്നെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, റെഡ്മിയുടെ 9 ഉപയോഗിക്കുന്നുണ്ട്, റെഡ്മി നോട്ട് 8 ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് റെഡ്മി നോട്ട് 8 സ്ക്രാപ്പ് ബോർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ U2210 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു, PCD ഡോക്യുമെൻ്റ് അവൈലബിൾ, ഡു യു വാണ്ട് ടു പ്രിവ്യൂ ഇറ്റ്. നമ്മൾ എന്ത് ചെയ്തു, യെസ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലി റെഡ്മി നോട്ട് 8 ലേഔട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. നമ്മൾ ഇപ്പുറം ബ്രാൻഡും മോഡലും ഒന്നും സെലക്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി റെഡ്മി നോട്ട് 8 ലേഔട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ആ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളടുത്തുള്ള സ്ക്രാപ്പ് ബോർഡിൽ ആ ഒരു പെർട്ടിക്കുലർ IC ബോർഡിൻ്റെ ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ കണ്ടോ, U2210. ഞാൻ എന്താ ചെയ്തത്, ജസ്റ്റ് ഇവിടെ സൂമിൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആദ്യം എടുത്ത എഫേർട്ട് എങ്ങനെയായിരുന്നു, നമ്മൾ IC നമ്പർ കോപ്പി ചെയ്തു, നമ്മൾ ഡയഗ്രത്തിൽ പോയി ടെക്നിക്കൽ നെയിം എടുത്തു, പാർട്ട് ഫൈൻഡറിൽ പോയി, എന്നിട്ട് നമുക്ക് മോഡലിൻ്റെ ലിസ്റ്റ് വന്നു. പിന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ വരണം, ബ്രാൻഡ് വൈസ് ആ മോഡൽ സെലക്ട് ചെയ്ത് ലേഔട്ട് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം. അപ്പോൾ അത്രയും വർക്ക് നമുക്ക് എന്തായി, ഈ ജസ്റ്റ് ഇവിടെ ടിക്ക് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ICൻ്റെ പേരിൻ്റെ മുകളിൽ. ഇത് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ലേഔട്ടിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ എനേബിൾ PCD ടിക്ക് ഇടുന്നു. PCD ടിക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിൽ വേറെ ഏതെങ്കിലും ഒരു IC നോക്കാം. നമ്മൾ ക്യാമറേൻ്റെ ICയിലെ കണ്ടത്, ലൈറ്റ് ICയോ ഏതെങ്കിലും ഒരു IC ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചെറുത് വരുന്നുണ്ടോ, എൻ്റെ കോയിൽ വരുന്നുണ്ടല്ലോ, എൻ്റെ അടുത്തൊരു IC വരണം. ഓക്കെ, ഇവിടെ U6001 എന്ന് പറഞ്ഞൊരു IC ഉണ്ട്. അപ്പോൾ ഞാൻ ഡയഗ്രത്തിലുള്ളത്, ലേഔട്ടിലുള്ളത്. എനിക്കിവിടെ PCD പച്ച കളർ വന്നിട്ടുണ്ട്, PCD അവൈലബിൾ ആണ്. അതുപോലെ ഞാനിവിടെ എനേബിൾ PCDയിൽ ടിക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, U6001 ഈ ICയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് ഇവിടെ സെർച്ചിങ് നടക്കുന്നുണ്ട്. സെർച്ചിങ് നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡാറ്റ ഇവരുടെ ഡാറ്റാ ബേസിൽ ഉണ്ടെങ്കിൽ എന്ത് വരും, വന്നു. ICൻ്റെ ലേബൽ വരുന്നത് TFA 9874 BUK എന്താണെന്നുള്ള നമുക്കറിയില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് IC ഡിസ്ക്രിപ്ഷൻ എന്താണ്, IC ഓഡിയോ. അപ്പോൾ ഇത് ഓഡിയോ IC ആണ്. ഇനി ഈ ഓഡിയോ IC വരുന്ന ബ്രാൻഡുകളും മോഡലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സെയിം IC വരുന്നത് റിയൽമി X3, MI 90, MI നോട്ട് 10, പോക്കോ X2, റെഡ്മി K20,
ഈ മോഡലുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ IC വരുന്നുണ്ട്. അപ്പം ഈ IC വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു നമ്മുടെ അടുത്ത് സ്ക്രാപ്പ് ബോർഡ് ഏതിൻ്റെയാണോ ഉള്ളത്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് MI Note 10 സ്ക്രാപ്പ് ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈസി ഡോക്യുമെൻ്റ് അവൈലബിൾ വരും. നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ലേഔട്ട് ഡൗൺലോഡ് ആവും. ലേഔട്ട് ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ICൻ്റെ പൊസിഷൻ. ഇതിലിപ്പോൾ എവിടെയോ ഒന്ന് ICൻ്റെ പൊസിഷനിൽ അവർ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സൂം ഇൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അത് സെയിം IC ബോർഡിൽ വേറെ ഏത് ബോർഡിൽ എവിടെ വരുന്നു, വേറെ ഏത് ബോർഡിലാണെന്ന് മാത്രമല്ല, ഇത് CPU ഇത് മെമ്മറി IC ആയിരിക്കും, അതിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ട് IC വരുന്നു. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടുകളും ഏതിൽ വരുന്നുണ്ട്, ബോർണിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആളാണ്, നിങ്ങളിങ്ങനെ ബോർണിയോ IC കമ്പാറ്റബിൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് അറിയുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. കാരണം നമ്മളിടുന്ന ഒരു പുതിയ വിവരം പുറത്തൊരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ സാധനം കൂടി നമ്മൾ നോക്കി, നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് നോക്കി, കമ്പാറ്റബിൾ ആയിട്ടുള്ള ICകൾ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നോക്കി, ബേസിക് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ സ്കീമാറ്റിക്സും ലേഔട്ടും ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി വേറെ ഇതിലിപ്പോൾ എന്താ പറയാനുള്ളത്, ഇനി ബോർണിയോയിൽ വേറൊരു എക്സ്ട്രാ ഫീച്ചറും കൂടി ഉള്ളത് ഞാൻ വിട്ടുപോയിരുന്നു. ഇതിൽ നമുക്ക് പല സമയങ്ങളിൽ നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നതാണ് ഈ ചാർജിങ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന കംപ്ലൈൻറ്റുകളൊക്കെ. അതായത് ചാർജിങ് ടൈമിൽ ടെമ്പറേച്ചറായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. അതായത് ഓവർ ടെമ്പറേച്ചർ, ചാർജിങ് ടെമ്പറേച്ചർ ടു ഹൈ, അല്ലെങ്കിൽ ഓവർ ഹീറ്റിങ്, അങ്ങനെ ചില സമയങ്ങളിൽ മെസ്സേജ് വരില്ല, അവിടെ ഒരു ഐക്കൺ മാത്രമായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വരാം ബോർഡിൽ. ചിലപ്പോൾ ബാറ്ററി ഡാമേജ് ആണെങ്കിൽ വരാം, ബാറ്ററി കോൺടാക്റ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ വരാം, ബാറ്ററിയുടെ സെൻസിങ് പാത്തിൽ ബാറ്ററിക്ക് ഒരു ID ലൈനും ഉണ്ടായിരിക്കും, ഒരു തെർമൽ ലൈനും ഉണ്ടായിരിക്കും. തെർമൽ ലൈനിലുള്ള പാത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ വരാം. അതുപോലെ ചാർജിങ് സെക്ഷനുകളിൽ സാംസങ്ങിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ചാർജിങ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ടൊന്ന് വരുന്നുണ്ട്. ബോർഡിലൊരു ടെമ്പറേച്ചർ സെൻസിങ് വരുന്നുണ്ട്. അതിനായിട്ട് ബോർഡിൽ തെർമിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ തെർമിസ്റ്റർ കൊണ്ടും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണ് ചാർജിങ് എറർ. അപ്പോൾ അങ്ങനെ വരുന്ന തെർമിസ്റ്ററുകൾ നമ്മൾ ഈ ചാർജിങ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ, ഹാർഡ്വെയർ സൊല്യൂഷൻ എടുത്തുകൊണ്ട് നമ്മൾ ചാർജിങ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് കാണിക്കണമെന്നില്ല, ആ തെർമിസ്റ്ററിൻ്റെ ലൊക്കേഷൻ കാണിക്കണമെന്നില്ല. അപ്പം അങ്ങനെ തെർമിസ്റ്റർ മാത്രം കിട്ടാനായിട്ട് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ ഫോൺ സൊല്യൂഷനിൽ തെർമിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വേറെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തെർമിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി ബ്രാൻഡ് വൈസ് ഉണ്ടാവും. ബ്രാൻഡ് വൈസിൽ സാംസങ്ങിൽ മാത്രമാണ് സബ് കാറ്റഗറി വരുന്നത്. ബാക്കി എല്ലാത്തിലും നേരെ എന്ത് വരും, മോഡൽ വരും. മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിൽ എവിടെയൊക്കെ തെർമിസ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ തെർമിസ്റ്ററുകളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിൽ എവിടെയാണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് തപ്പിയെടുക്കേണ്ട, ജസ്റ്റ് ഒരു PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് സാംസങ്ങിൻ്റെ ഫോണുകളിൽ ചാർജിങ്ങിന് ഒരു തെർമിസ്റ്റർ വരും, ബാക്കിയുള്ള ഫോണുകളിൽ ചാർജിങ്ങിന് കുറവാണ്. അവിടെ സാധാരണ വരാറ് ഒന്ന് നമ്മുടെ 4G PAയുടെ അടുത്തും, രണ്ടാമത് വരുന്നത് നമ്മുടെ CPUവിൻ്റെ അടുത്തും. അങ്ങനെ 3 തെർമിസ്റ്ററുകളാണ് സാധാരണ ഫോണുകളിൽ വരാറ്. സാംസങ്ങിൽ അധികം നമുക്ക് 3 കാണാറുണ്ട്, സാധാരണ ഫോണുകളിൽ 2 കേട്ടോ, സോറി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചാർജിങ് കൺട്രി, ഇവിടെയാണ് നമ്മുടെ ചാർജിങ് ജാക്ക് വരുന്നത്. ചാർജിങ്ങിൻ്റെ പോസിറ്റീവ് ലൈനാണ്. ആ ലൈനിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു ബാറ്ററി തെർമൽ എന്ന് പറഞ്ഞിട്ടൊരു തെർമിസ്റ്റർ, ഒരു 100 കിലോമീറ്റർ തെർമിസ്റ്റർ. ഇത് സാധാരണ റെസിസ്റ്റർ അല്ല. ഈ തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റം വരും. അങ്ങനെയാണ് അവിടെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ 2 കൂടി കാണാം. ഈ 2 എന്ന് പറഞ്ഞാൽ ഒന്ന് വരുന്നത് 4G PAൻ്റെ അടുത്താണ്, അതായത് നമ്മുടെ മെയിൻ 4G നെറ്റ്വർക്കിനെ കൈകാര്യം ചെയ്യുന്ന PAൻ്റെ അടുത്താണ്, പവർ ആംപ്ലിഫയറിൻ്റെ അടുത്താണ്. അടുത്ത കേസ് വരുന്നത് നമ്മുടെ CPUവിൻ്റെ അടുത്ത്, AP തെർമൽ എന്ന് പറഞ്ഞിട്ട് CPUവിൻ്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനും. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, സ്കീമാറ്റിക്സോ കാര്യങ്ങളോ ഒന്നും തപ്പി പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കിട്ടും, വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്ലിക്കിൽ കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ ചെറിയൊരു ഹിൻറ്റും കൂടി ഞാൻ തരാം. ഈ ഒരു തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റിലേക്ക് പോവാം. ഈ തെർമിസ്റ്റർ ഒരു സ്റ്റാൻഡ് ലോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമല്ല. അതായത് ഡ്രോയിങ് കുറച്ച് മോശം കേട്ടോ.
നമുക്ക് ഇങ്ങനെ ഒരു തെർമിസ്റ്റർ മാത്രമാണ് കിട്ടുക. ഈ തെർമിസ്റ്റർ നിങ്ങൾ ബോർഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ തെർമിസ്റ്ററിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കും, ഗ്രൗണ്ട് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് വീണ്ടും ഒരു റെസിസ്റ്ററിലേക്ക് കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. രണ്ടാമത്തെ സൈഡ് വീണ്ടും ഒരു റെസിസ്റ്ററിലേക്ക് കണക്റ്റഡ്. അപ്പോൾ തെർമിസ്റ്റർ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുക. അതുപോലെ ഈ രണ്ടിൻ്റെയും സെൻറ്റർ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്കിങ് നടക്കുന്നത്. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ചിലപ്പോൾ എന്ത് വരാം, ഒരു ഫിൽറ്ററിങ്ങിനായിട്ടൊരു കപ്പാസിറ്ററും കൂടി നമുക്ക് എന്ത് വരും, ബോർഡിൽ വരും. ആ കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡും നമുക്ക് എന്ത് വരും, കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ ഈ മുകളിലുള്ള റെസിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഒരു 1.8 വോൾട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുക, സെൻസിങ്ങിൻ്റെ ഔട്ട് എടുക്കുന്നത്. ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ആക്കുന്നത്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ സെൻസിങ്ങിൻ്റെ ഔട്ട് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് റെസിസ്റ്റർ, ഒരു R1ഉം ഒരു R2ഉം വരും, ഒരു കപ്പാസിറ്ററും വരാം. ഈ ഒരു റെസിസ്റ്ററാണ്, അതായത് തെർമിസ്റ്ററാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അതിലേക്ക് കണക്ഷൻ വരുന്ന വേറെ റെസിസ്റ്ററിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1.8 വോൾട്ട് കൊടുക്കും. പിന്നെ ഒരു കപ്പാസിറ്ററും ഈ പാത്തിൽ വരും. അപ്പം നമുക്ക് ചാർജിങ് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ടെമ്പറേച്ചർ വാർണിംഗ് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ 1.8 വോൾട്ട് മിസ്സിംഗ് ആവും. രണ്ടാമത്തെ കേസിൽ ഈ ഫസ്റ്റത്തെ R1 എന്നുള്ള റെസിസ്റ്റർ മിസ്സിംഗ് വരാം. മൂന്നാമത്തെ കേസിലോ നമ്മുടെ തെർമിസ്റ്റർ ഡാമേജ് വരാം. നാലാമത്തെ കേസിൽ നമ്മുടെ കപ്പാസിറ്റർ ഡാമേജ് ആയാലും കംപ്ലൈൻറ്റ് വരാം. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ, ഈ ചാർജിങ്ങിൻ്റെ തെർമിസ്റ്ററിൻ്റെ ലൊക്കേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ. ഈ ഒരു ലൊക്കേഷൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് മൾട്ടി വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു റെസിസ്റ്ററും ഈ ഒരു കപ്പാസിറ്ററും ഇതായിട്ട് ബന്ധപ്പെട്ടതാവും, മൾട്ടി വെച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത മോഡൽ ഏതാ, J400F ആണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ J400Fൻ്റെ ബിറ്റ് മാപ്പ് അവൈലബിൾ ആണോ നോക്കുക. സാംസങ് J സീരീസ്, ഓക്കെ. അപ്പം നമുക്ക് എന്ത് അവൈലബിൾ ആണ്, J400Fൻ്റെ ബിറ്റ് മാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കൊരു കമ്പോണൻറ്റ് കിട്ടി. ആ കമ്പോണൻറ്റിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിറ്റ് മാപ്പ് ഉപയോഗിച്ചെങ്ങാണ്ട് ബാക്കിയുള്ള കമ്പൗണ്ടുകളെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതിന് നിങ്ങൾക്ക് സ്കീമാറ്റിക് ഡയഗ്രാം നോക്കണമെന്ന് അറിയാനോ അല്ലെങ്കിൽ ലേ ഔട്ട് എടുത്തെങ്ങാണ്ട് നമ്പറുകൾ സെർച്ച് ചെയ്യൊന്നും വേണ്ട. നമുക്കിവിടെ സൂം ചെയ്ത് നോക്കാം. ഓക്കെ, സൂം ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ടി എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് തെർമിസ്റ്റർ തന്നെയാണ്. ഈ തെർമിസ്റ്റർ നമുക്ക് ഇതെന്ന് കിട്ടി. ഇനി ഞാൻ നോക്കുക, ഞാൻ പറഞ്ഞ സർക്യൂട്ട് പ്രകാരം ഈ തെർമിസ്റ്ററിൻ്റെ ഒരു പോയിന്റ് എന്താണ്, ഗ്രൗണ്ടാണ്. നമ്മൾ ബിറ്റ് മാപ്പിൽ നോക്കുക, പോയിന്റ് എന്താണ്, ഗ്രൗണ്ടാണ്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എവിടേക്കൊക്കെ കണക്ഷൻ കിട്ടണം, ഈ ഗ്രൗണ്ട് അല്ലാത്ത പോയിന്റിൽ നിന്ന് ഈ ഒരു റെസിസ്റ്ററിലേക്കും ഈ ഒരു കപ്പാസിറ്ററിലേക്കും ഇവിടുന്ന് സെൻസിങ് ഏത് ഐ സിയിലേക്കാണോ പോകുന്നത്, അത് സി പി യുയിലേക്കാണെങ്കിൽ സി പി യുയിലേക്കുള്ള കണക്ഷൻ കിട്ടണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, വരുന്നില്ലേ. ഇപ്പം എന്തായി, ഇതിൽ ക്ലിക്ക് ചെയ്താൽ വരേണ്ടതാട്ടോ. ഓക്കെ, വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു, ഇവിടുന്ന് കപ്പാസിറ്ററിലേക്ക് വന്നു, കപ്പാസിറ്ററിൻ്റെ പോയിന്റ് ഗ്രൗണ്ടാണ്. വേറെ റെസിസ്റ്ററിലേക്ക് വന്നു, ആ റെസിസ്റ്ററിൻ്റെ പോയിന്റിലേക്ക് എന്താണെന്ന് കാണിച്ചില്ല. ഇതിൻ്റെ നടുവത്തെ പോയിന്റിൽ നിന്ന് കണക്ഷൻ പോകുന്നു. എവിടേക്കാണ് പോകുന്നത് നോക്കാം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സി പി യുയിലേക്കാണ് ആ കണക്ഷൻ പോകുന്നത്. ഒന്നുകൂടെ സൂം ഔട്ട് ചെയ്യാം. നമ്മൾ എന്ത് കണ്ടു, തെർമിസ്റ്റർ കണ്ടു, തെർമിസ്റ്ററിലേക്ക് കണക്ട് ആയിരിക്കുന്ന റെസിസ്റ്റർ കണ്ടു, ഗ്രൗണ്ട് വരുന്ന കപ്പാസിറ്റർ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, തെർമിസ്റ്ററാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചത്. ഹാർഡ്വെയർ സൊല്യൂഷനിലുള്ള തെർമിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഈ തെർമിസ്റ്റർ മാത്രം കണ്ടുപിടിച്ചു. ഈ സർക്യൂട്ടിനെ കുറിച്ച് നമുക്ക് മുന്നേ ഉള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബിറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് കണ്ടു,
അതിലേക്കുള്ള കപ്പാസിറ്റർ കണ്ടു. ആ കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡ് ഗ്രൗണ്ടാണ്, തെർമിസ്റ്ററിൻ്റെ ഒരു സൈഡും ഗ്രൗണ്ടാണ്. നമ്മൾ ബിറ്റ് മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ തന്നെയാണ് വരുന്നത്, എങ്ങനെ വരുന്നു, തെർമിസ്റ്ററിൻ്റെ ഒരു സൈഡും കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡും ഗ്രൗണ്ടാണ്. ഇനി നമ്മൾ വീണ്ടും ഈ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ സെൻറ്റർ പോയിന്റിൽ നമുക്ക് ഔട്ട് പോയി. ഈ ഒരു റെസിസ്റ്ററിൻ്റെ മോൾ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു ഇവിടേക്ക് നമുക്ക് വരേണ്ട എന്താ, ഒരു 1.8 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം VLDO2 എന്ന് പറഞ്ഞിട്ട് ഇതിലേക്കൊരു വോൾട്ടേജ് വരുന്നത്. ഈ V എന്ന് കാണുന്നതൊക്കെ എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും കേട്ടോ അധിക കേസുകളിലും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈന് ഇവിടേക്ക് വരുന്നുണ്ട്, ഈ ഒരു ടെസ്റ്റ് പോയിന്റിലേക്ക് വരുന്നുണ്ട്. ഇനി ആ ലൈൻ ഇവിടേക്കാണ് പോകുന്നത്, നേരെ പോകുന്നത് നമ്മുടെ ക്യാമറ കൺട്രോളിൽ വരുന്നുണ്ട്, ഇവിടെയുള്ള ICയിൽ വരുന്നുണ്ട്, CPU പോകുന്നുണ്ട്. അതുപോലെ പവർ IC അവിടെ, യെസ്, ഇതാണ് നമ്മുടെ പവർ സെക്ഷൻ വരുന്നത്. ഈ പവർ സെക്ഷൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് കോയിലുകളും കപ്പാസിറ്ററുകളും കാണാൻ കഴിയും. പവർ IC എന്നാണ് എന്ത് ചെയ്യുന്നത്, ആ വോൾട്ടേജ് ഔട്ട് ആവുന്നത്. അപ്പോൾ ഈ പോകുന്ന പാത്തിലെല്ലാം ഒരേ ലൈനാണ്. അപ്പോൾ നമ്മൾ ലോജിക് ഉപയോഗിക്കുക, ഈ ഡയഗ്രത്തിനെ കുറിച്ചിട്ടും ഓരോ സർക്യൂട്ടിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കിമാറ്റിക് ഡയഗ്രവും ലേഔട്ടും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ ലെവലിനെക്കാട്ടും കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചാർജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി നമ്മുടെ നോളജിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ബിറ്റ് മാപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഈ ബിറ്റ് മാപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടി യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. പക്ഷേ മൾട്ടി യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് ബോർഡിൻ്റെ വേറെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. നമുക്ക് തൊട്ടടുത്തുള്ള കമ്പൗണ്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ സംഭവം ഈ സെയിം സർക്യൂട്ട് നമുക്ക് എവിടെയും കിട്ടും. ഇതേ സെയിം സർക്യൂട്ട് നമുക്ക് 4GPൻ്റെ അടുത്തും കിട്ടും, അതുപോലെ CPUൻ്റെ അടുത്തും. 4GPൻ്റെ അടുത്ത് നമുക്ക് ഇവിടെയാണ് എന്ത് വരുന്നത്, തെർമിസ്റ്റർ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ബിറ്റ് മാപ്പിൽ ഒന്നുകൂടെ നോക്കാം. ഇത് 4GB ആണ്. 4GPൻ്റെ അടുത്ത് ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ, രണ്ടാമത്തെ ഒരു റെസിസ്റ്റർ. നമ്മൾ നേരെ ബിറ്റ് മാപ്പിലേക്ക് വരുന്നു. ബിറ്റ് മാപ്പിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 4G P ആണ്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ 4GPൻ്റെ നെറ്റ്വർക്കിൻ്റെ സ്റ്റേജ് വരുന്നത്. ഈ സ്റ്റേജുകളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് നല്ലപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരും. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് TH വരുന്നുണ്ട്, ഒരു റെസിസ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ THൽ ക്ലിക്ക് ചെയ്തു. TH നിന്ന് നേരെ എന്ത് വന്നു, ഒരു കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്തു, ഒരു റെസിസ്റ്റർ ഇവിടെ ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ നമ്മൾ വരച്ചതിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ THലേക്കാണ് വോൾട്ടേജ് വരുന്നത്, ഈ താഴെയുള്ള റെസിസ്റ്ററാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്ന് ഗ്രൗണ്ടിലേക്കും ഒന്ന് വോൾട്ടേജിലേക്കും. ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത് എന്താണ്, VLDO10 എന്ന് പറഞ്ഞിട്ട് ഒരു വോൾട്ടേജ് തന്നെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ്. ആദ്യം കണ്ട സർക്യൂട്ടിൽ നമ്മൾ തെർമിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തു, ഇതിലോ നമ്മളൊരു റെസിസ്റ്ററാണ് ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സംഭവം എന്താണ്, ഒരു കപ്പാസിറ്ററും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ വോൾട്ടേജ് മിസ്സിംഗ് ആണെങ്കിൽ ടെമ്പറേച്ചർ റീഡിംഗ് പ്രോപ്പർ നടക്കില്ല. നമ്മുടെ തെർമിസ്റ്റർ ഡാമേജ് ആണെങ്കിൽ ടെമ്പറേച്ചർ റീഡിംഗ് പ്രോപ്പർ നടക്കില്ല. ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറുകയോ ഈ റെസിസ്റ്റർ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ വാല്യൂയിൽ വ്യത്യാസം വരും. ഈ കപ്പാസിറ്റർ ലീക്കേജോ ഷോർട്ടോ വന്നു കഴിഞ്ഞാലും അവിടെ എന്ത് വരും, വാല്യൂയിൽ വ്യത്യാസം വരും. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മുടെ ഏത് ഭാഗത്ത് വരിക, CPUൻ്റെ ഭാഗത്ത് വരുന്ന വോൾട്ടേജ് സെൻസിങ്ങിലും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ CPU റിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് വരാം, ചിലപ്പം മിസ്സാവാം, പ്രശ്നങ്ങൾ വരാം. ഇതിൽ നമുക്ക് നോക്കാം, ഇവിടെ നമുക്കിപ്പോൾ ഒരു ഒറ്റ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി കമ്പൗണ്ടുകൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്കൊന്ന് ബിറ്റ് മാപ്പിൽ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ CPU.
ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ AP തെർമൽ എന്ന് വന്നു. ഈ ലൈന് ഇനി പോകുന്നത് നേരെ ഇതിലേക്ക് പോകുന്നുണ്ട്. സെൻസിങ് CPയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇവിടെ എന്ത് വന്നു? ഒരു റെസിസ്റ്റർ വന്നു. കപ്പാസിറ്റർ വന്നു, റെസിസ്റ്റർ വന്നു. ഇത് നോക്കുക, ഇതിൻ്റെ ഒരു സൈഡ് ഇവിടെ ഗ്രൗണ്ടാണ്, കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡും ഗ്രൗണ്ടാണ്. റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് നിങ്ങൾക്ക് VLDO2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട വോൾട്ടേജ് തന്നെ ഇതിലേക്ക് വരുന്നുണ്ട്, ഇതിലേക്കും വരുന്നുണ്ട്. നമുക്ക് ബോർഡിൽ ഈ കമ്പൗണ്ടുകൾ കറക്റ്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു വലിയ റെസിസ്റ്ററും ഈ ഒരു കപ്പാസിറ്ററാണ് എന്ത് ചെയ്യുന്നത്, CPUവിൻ്റെ തെർമിസ്റ്റർ അല്ലെങ്കിൽ CPUവിൻ്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനായിട്ട് ഇതിനെ സഹായിക്കുന്നത്. നിങ്ങൾ IC എടുക്കുമ്പോഴോ ഷീൽഡ് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ സാധനം ഡാമേജ് വന്നാലും CPU എന്ത് ചെയ്യും, ചിലപ്പം ഓവർ ടെമ്പറേച്ചർ വാർണിംഗ് കാണിക്കും. അപ്പം ഇങ്ങനെ നമ്മളെടുത്തുള്ള ടൂൾസ്, നമ്മളെടുത്തുള്ള നോളജ് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ലോജിക്കലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവീസിങ് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ കവർ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് സ്കീമാറ്റിക്സും അതുപോലെ ലേഔട്ടും എങ്ങനെ ഓപ്പൺ ആക്കാം, സാധാരണ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം, ഓരോ സെക്ഷനുകളെ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും, അതുപോലെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മളെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഈ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ പാർട്ട് കോഡ് ഫൈൻഡർ നമ്മളെങ്ങനെ ചെക്ക് ചെയ്യും. പാർട്ട് കോഡ് ഫൈൻഡർ വഴി നമുക്ക് ഓരോ കമ്പാറ്റബിൾ ICകൾ ഏതൊക്കെ മോഡലിൽ ഉണ്ടോ എന്നുള്ളതും ആ ICൻ്റെ ലൊക്കേഷനും 1 ക്ലിക്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തത് പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് തെർമിസ്റ്റർ. ആ തെർമിസ്റ്ററിൻ്റെ കൂടെ നമ്മൾ ബീറ്റ് മാപ്പും കൂടി കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാത്തിൽ വരുന്ന മുഴുവൻ കമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ആ സർക്യൂട്ട് ടോട്ടലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തന്നെ കണ്ടുപിടിക്കാനും റിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ ബോർണിയോയുടെ ലാസ്റ്റ് സെഷനാണ്. ഇനി ബോർണിയോൻ്റെ മുകളിൽ ഇനി വേറെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.